ഹലോ ഡിയേഴ്സ്, വളരെ കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് നേടാവുന്ന രീതിയിലുള്ള ഈസി ആൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് ചങ്കുകൾ ഉണ്ടാവും, ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാൻ അങ്ങ് ബുദ്ധിമുട്ടുണ്ടാവും. പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. എന്നാലോ ഫിസിക്സിന് ഡെറിവേഷൻസ് മാത്രമല്ല, ഒരുപാട് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന, അധികം മറന്നു പോകാൻ സാധ്യതയില്ലാത്ത ഈസി ആൻഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലോട്ട് പോകത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പോകുന്നത്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വളരെ സിമ്പിൾ ആണ്. അതിനകത്ത് നമ്മൾ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച പോലെ തന്നെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇവിടെ. അത് 0 ആയിരിക്കും ഫ്രം എ ക്ലോസ്ഡ് സർഫസ്. കാരണം മാഗ്നറ്റിന് എന്തില്ല, ഒരു മോണോപോൾ ഇല്ല എന്നുള്ളതാണ്. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് വ്യത്യാസങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേ ലോ, ലെൻസ് ലോ, മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് അറിയുന്ന ഒരാൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് B.A എന്ന് സിമ്പിൾ ആയിട്ട് അറിയാവുന്നതാണ്. BA cos θ. അതുപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് കറന്റിലെ ട്രാൻസ്ഫോർമർ, അതിന്റെ പ്രിൻസിപ്പൾ വർക്കിംഗ്, അതുപോലെ എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോർമർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. 5 മിനിറ്റ് പോലും വേണ്ട. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതിനകത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഓരോ വേർഡ്സിനെയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. EM വേർഡ്സിൽ ചിലപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ യൂസ്, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് വരാം. ഇതിനകത്ത് നമ്മൾ കറക്റ്റ് യൂസ് അല്ല, നിങ്ങൾ മാച്ച് ചെയ്യണം. ഇതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഇട്ടതാട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് ഇതാണെന്ന് വെച്ച് പഠിക്കേണ്ട. ഇത് നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ചങ്കുകൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഇത് മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോന്നിന്റെ യൂസും നിങ്ങൾ കറക്റ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ദെൻ അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്ങുമായി ബന്ധപ്പെട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓരോന്നിന്റെ യൂസ് നിങ്ങൾക്ക് തിയറി പഠിക്കുന്നതല്ലേ. അതുപോലെ സ്നെൽസ് ലോ, ടോട്ടൽ ഇന്റഗ്രൽ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിന്റെ, നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഓപ്പൺ മൈക്രോസ്കോപ്പിന്റെ ഒക്കെ റേ ഡയഗ്രാം, അതുപോലെ പ്രിസത്തിന്റെ ഒക്കെ റേ ഡയഗ്രാം ഒക്കെ പെട്ടെന്ന്, അത് ഡെറിവേഷന് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് ബുദ്ധിമുട്ടാണെന്നല്ല, പക്ഷേ റേ ഡയഗ്രാം വരയ്ക്കാൻ സുഖമല്ലേ. ദെൻ വേവ് ഒപ്റ്റിക്സ് ആണെങ്കിൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ എപ്പോഴും ചോദിക്കുന്നതാണ്, വളരെ സിമ്പിൾ ആണ്. കൊഹറൻസ് വോയിസസ്, യൂസ് ഓഫ് പോളറോയിഡ്സ് ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. ദെൻ ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിൽ നിങ്ങൾക്ക് ഡി ബ്രോഗ്ലി വേവ്, ലാംഡ ഈസിക്കൽ ടു H/P, അതുപോലെ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ത്രെഷോൾഡ് ഫ്രീക്വൻസി, ഐൻസ്റ്റീൻ ഇക്വേഷൻ എന്താണ്, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ലോസ് എന്താണ്, അതൊക്കെ വളരെ വളരെ സിമ്പിൾ ആണ്.